കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ പട്ടണം വളരെയധികം വികസിച്ചിരിക്കുന്നു അടുത്ത കാലത്തായി. മനോഹരമായ പുതിയ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ചെറുവത്തൂർ നഗരത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. പഴയ ഹൈവേയിൽ സാഫ്രൻ റെസ്റ്റോറൻറ്റ് ചെറുവത്തൂരിൻ്റെ ലാൻഡ്മാർക്കായി അറിയപ്പെടുന്നു. മനോഹരമായ ഡൈനിങ് ഏരിയയും പാർക്കിംഗ് ഏരിയയും ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. മസാല ദോശയും വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഇവിടെ ലഭിക്കും. കുട്ടികൾക്ക് കളിക്കുവാൻ പ്രത്യേകമായ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ MAA പാർക്ക് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ചിക്കൻ ബിരിയാണിയും വെള്ളയപ്പവും എഗ്ഗ് ബിരിയാണിയും ഇവിടെ ലഭിക്കും. പുതിയ നാഷണൽ ഹൈവേയിൽ ചായ് റെസ്റ്റോറൻറ്റ് ഒരു ചെറിയ ചായക്കടയാണെങ്കിലും വമ്പിച്ച പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ട്. എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ. മികച്ച ക്വാളിറ്റിയുള്ള ചായയാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ഫാൽക്കൺ ബേക്കറി പടന്ന റോഡിലാണ്. ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച അൽഫാം ഇവിടെയാണ് ലഭിക്കുന്നത്. അതുപോലെ അറേബ്യൻ വിഭവങ്ങൾ വേറെയും ലഭിക്കും. അൽമാരി ചീസും ഹമ്മൂസും കുബൂസും ഇവിടെ ലഭ്യമാണ്. ബർത്ത്ഡേ പാർട്ടികൾക്കും ബ്രൈഡൽ ഡെക്കറേഷനും വേണ്ട കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. 10 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം മാത്രമുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളും പാർസൽ വാങ്ങിക്കാനാണ് ഇവിടെ വരുന്നത്. അതുപോലെ നവരത്ന ഹോട്ടൽ കാസർഗോഡ് റോഡിലാണ്. നല്ല ആംബിയൻസും പാർക്കിങ്ങുമുള്ള ഒരു ചെറിയ ഹോട്ടലാണ് നവരത്ന. ചോറും മീൻ പൊരിച്ചതുമാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പുഴമീനാണ് ഇവർ പൊരിച്ചു കൊടുക്കുന്നത്. അതുപോലെ ലോലിനോ കഫേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. മികച്ച കേക്കുകൾ ഇവിടെ ലഭിക്കുന്നു. അതുപോലെ കോക്കനട്ട് ഷേക്ക്, മറ്റ് ചാട്ടുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ കൂൾ വില്ല ബേക്കറി ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലാണ്. എപ്പോഴും നല്ല തിരക്കാണ് കൂൾ വില്ല ബേക്കറിയിൽ. ഹോട്ടൽ രതീഷ് കാസർഗോഡ് റോഡിലാണ്. ബ്രൗൺ നിറത്തിൽ മേൽക്കൂരയുള്ള 3 കുടിലുകൾ ചേർന്നതാണ് ഹോട്ടൽ രതീഷ്. അതുപോലെ കേരള ഹോട്ടൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഫിഷും ചിക്കൻ വിഭവങ്ങളും ലഭിക്കും. നീലഗിരി റെസ്റ്റോറൻറ്റ് ഒരു വെജിറ്റേറിയൻ ഭക്ഷണശാലയാണ്. നല്ല ഇഡ്ഡലിയും മസാല ദോശയും കോഫിയും ഇവിടെ ലഭിക്കും. തലശ്ശേരി റെസ്റ്റോറൻറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്താണ്. അല്പം എക്സ്പെൻസീവായ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ചെറുവത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് 93 കിലോമീറ്ററും കാസർഗോട്ടേക്ക് 41 കിലോമീറ്ററും മാത്രമേ ദൂരമുള്ളൂ. കേരളത്തിലെ ഒരു അതിർത്തി പട്ടണമായി ചെറുവത്തൂർ കണക്കാക്കപ്പെടുന്നു. എപ്പോഴും നല്ല തിരക്കാണ് ചെറുവത്തൂർ അങ്ങാടിയിൽ. കിഴക്കൻ ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ചെറുവത്തൂർ അങ്ങാടിയിൽ രാവിലെ മുതലേ എത്തിച്ചേരുന്നു. തീവണ്ടി മാർഗവും റോഡ് മാർഗവും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ ഗ്രാമീണവാസികൾക്ക് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുമാണ് ആശ്രയം. പ്രശസ്ത കവി പണ്ഡിത കുടുംബമായ കുട്ടമത്ത് കൊന്നിയൂർ കുടുംബം ചെറുവത്തൂർ ബേസ്ഡ് ആണ്. ചെറുവത്തൂരിലുള്ള വീരമല ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുന്നിൻ പ്രദേശമാണ്. ഒരു ഡച്ച് കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ദേശീയപാത 66 ചെറുവത്തൂരിലൂടെ കടന്നു പോകുന്നു. ഈ ദേശീയപാത മംഗലാപുരത്തെയും കൊച്ചിയെയും ചെറുവത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഒരു കാലത്ത് കദംബരുടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും കീഴിലായിരുന്നു ചെറുവത്തൂർ. വമ്പിച്ച യുദ്ധങ്ങളും ഈ പട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നീട് നീലേശ്വരൻ രാജാവ് ഇവിടെ ഭരിക്കാൻ തുടങ്ങി. ഇക്കേരി നായ്ക്കന്മാരും ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന അനേകം വിദ്യാലയങ്ങൾ ചെറുവത്തൂരിൽ സ്ഥിതി ചെയ്യുന്നു. കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെൻറ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളും ഇവിടെയുണ്ട്. 18 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ളതാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത്. സ്വയംഭരണ അധികാരമുള്ള ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഈ പട്ടണത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗം പീലിക്കോടും പടന്നയുമാണ്. വടക്ക് ഭാഗം നീലേശ്വരം മുനിസിപ്പാലിറ്റിയാണ്. കിഴക്ക് ഭാഗം കയ്യൂർ ചീമേനി പ്രദേശങ്ങളാണ്. പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്. 24,000-ഓളം ആളുകൾ ചെറുവത്തൂരിൽ താമസിക്കുന്നു. മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നഗരമധ്യത്തിൽ തന്നെ കുന്നിൻ പ്രദേശങ്ങളുള്ളത് ചെറുവത്തൂരിനെ ഒരു ഫോട്ടോജനിക് സിറ്റിയാക്കി മാറ്റുന്നു. എങ്കിലും ഈ സാധ്യത ഉപയോഗപ്പെടുത്തുകയും ഒരു ടൂറിസ്റ്റ് ആകർഷണീയതയാക്കി മാറ്റുകയും ചെയ്യുവാൻ കേരള സർക്കാരിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല. മനോഹരമായ ചുറ്റുപാടുകളായതുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നടക്കുവാനും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പറ്റിയ സാഹചര്യങ്ങളാണ് ചെറുവത്തൂരിൽ നിലവിലുള്ളത്. ഈ നഗരത്തിലെ ലോട്ടറി ഏജന്റായ ബാബു എല്ലാ ദിവസവും അനേകം കിലോമീറ്ററുകൾ നടക്കുന്നു. ധാരാളമായി നടക്കുന്നതുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്ന് മാത്രമല്ല കൂടുതലായി ബിസിനസ് നടക്കുന്നുവെന്നും ശ്രീ ബാബു മലബാർ മാഗസിനോട് പറഞ്ഞു.
ചെറുവത്തൂരിൽ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. EMS ഓപ്പൺ ഓഡിറ്റോറിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥാനം. ചെറുവത്തൂരിലെ ആളുകൾ കാഞ്ഞങ്ങാട്ടും പയ്യന്നൂരും പോയി ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല. വിശാലമായൊരു സൂപ്പർ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തുണിക്കടകളും ആഭരണശാലകളും മൊബൈൽ കടകളും ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് പയ്യന്നൂരിലോ കാഞ്ഞങ്ങാട്ടോ പോകേണ്ട ആവശ്യം അപൂർവമായി മാത്രമേ വരാറുള്ളൂ. ചെറുവത്തൂരിലെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ മലബാർ ലോഡ്ജ് 800 രൂപയ്ക്ക് മുറികൾ കൊടുക്കും. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് താൾ റെസിഡൻസി 1300 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ചെറുവത്തൂരിൽ നല്ല സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ്സുകൾക്ക് പ്രവേശിക്കുവാനും പുറത്തേക്കിറങ്ങുവാനും പ്രത്യേകമായ പാതയും ഒരുക്കിയിട്ടുണ്ട്. ഹൈവേയിൽ കൂടി പോകുന്ന എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിനകത്ത് നിർബന്ധമായും കയറുന്നുണ്ട്. ബസ്സുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ആർക്കും അധിക സമയം കാത്തിരിക്കേണ്ടി വരുന്നില്ല. ബസ് സ്റ്റാൻഡിന് 4 ഭാഗത്തും പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും ഒരു ഷോപ്പിംഗ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചെറുവത്തൂർ പട്ടണത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങുകളിൽ ഉള്ളവർക്ക് കിട്ടുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പുതിയ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കിയത് വാഹനങ്ങൾക്ക് വലിയ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവർബ്രിഡ്ജിനടിയിൽ കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും എല്ലാ വണ്ടികളും നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ചില പാസഞ്ചർ വണ്ടികൾ പുറപ്പെടുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ചെറുവത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന മംഗലാപുരം പാസഞ്ചർ 7 മണിയോടെ കാസർഗോട്ടും 8:30 മണിയോടെ മംഗലാപുരത്തും എത്തിച്ചേരുന്നു. അതുപോലെ വൈകുന്നേരം 5 മണിക്ക് മംഗലാപുരത്ത് നിന്നും പുറപ്പെടുന്ന പാസഞ്ചർ വണ്ടി 6:30 മണിയോടെ ചെറുവത്തൂരിൽ എത്തിച്ചേരുന്നു. ഇതിനു പുറമെ അനേകം എക്സ്പ്രസ് വണ്ടികളും ചെറുവത്തൂരിൽ നിർത്തുന്നുണ്ട്. ചെറുവത്തൂരിലെ പാക്കനാർ തിയേറ്റർ അറിയപ്പെടുന്ന ഒരു ഹാങ് ഔട്ടായി മാറിയിട്ടുണ്ട്. ടെലിവിഷൻ്റെ പ്രചാരത്തോടുകൂടി മറ്റു നഗരങ്ങളിലെ സിനിമാ ടാക്കീസുകൾ അടച്ചുപൂട്ടിയെങ്കിലും ചെറുവത്തൂർക്കാർ ഇപ്പോഴും സിനിമ കാണാൻ പോവുകയും ഈ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലാഭമായാലും നഷ്ടമായാലും ഈ തിയേറ്റർ നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി അതിൻ്റെ ഉടമസ്ഥർക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ചെറുവത്തൂരിൽ വരുന്ന പുറംനാട്ടുകാർ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടി പാക്കനാർ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ തുടർച്ചയായ പ്രവർത്തനം മതിപ്പോടെ നോക്കിക്കാണുന്നു.